ജ്യോതിർഗോഷ് എറണാകുളം ജില്ല മുതൽ കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിലൂടെ നമുക്ക് ഒരു ഓട്ടപ്രദക്ഷിണം ഒന്ന് നടത്തി നോക്കാം. പക്ഷേ എല്ലാം വളരെ നടക്കത്തില്ല, സെലക്റ്റീവായിട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള. ജ്യോതിർഗോഷ് പറഞ്ഞ പോലെ എല്ലാം സെലക്റ്റീവായിട്ടുള്ള മണ്ഡലങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലൊന്ന് ഉം. എറണാകുളം ജില്ലയിലുള്ള കുന്നത്തുനാട് ഇസ് എൻ കുന്നത്ത്. ഇമ്പോർട്ടൻറ്റ് വൺ. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റൂല. അതിന് കാരണം നമുക്ക് സംസാരിക്കുമ്പോൾ പറയാം. അതെ അതെ. അത് പിന്നെ ഇപ്രാവശ്യം ഉം. നമ്മുടെ ഈ 2020യുടെ ഭാഗതയെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും. Yes, yes, yes. കുന്നത്തനാടിൽ അവിടെ ഇപ്പം മത്സരിക്കുന്നത് നിലവിലുള്ള MLA CPM-ൻ്റെ PV ശ്രീനിജനുണ്ട്. ഉം. പിന്നെ ബാബു ദിവാകരനാണ് 2020യുടേത്. ഉം. പിന്നെ VP സജീന്ദ്രൻ. ഉം. സജീന്ദ്രൻ UDF-ൻ്റെ അവിടുത്തെ മുൻ MLA കൂടെ ആയിരുന്നു പണ്ട്. കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിനു മുമ്പ്. ഉം. അപ്പോൾ സജീന്ദ്രൻ വളരെ പരിചിതനാണ്, ഉം. ശ്രീനിജനും പരിചിതനാണ്. ബാബു ദിവാകരൻ ഈ 2020യുടെ കാൻഡിഡേറ്റാണ്. ഉം. അപ്പോൾ 2020ക്ക് ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബാബു ദിവാകരൻ മത്സരിക്കുന്നത് പിന്നെ സാബു ജേക്കബിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് തന്നെയാണ്. എല്ലാവരും 2020യുടെ എല്ലാവരും അത് തന്നെയാണെങ്കിൽ പോലും ഇത് സാബു ജേക്കബിൻ്റെ അല്ലെങ്കിൽ 2020യുടെ പ്രസ്റ്റീജിയസ് മണ്ഡലമാണ്. അതിൻ്റെ അസ്തിത്വം നിർണ്ണയിക്കുന്ന മണ്ഡലമാണ്. ഇത് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ 2020യുടെ വളരെ പരിതാപകരമാണ്. അത് രാഷ്ട്രീയമായിട്ട് ഈ ഒരു കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട്, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു നിയമസഭാ മണ്ഡലത്തിന് അതിൻ്റെ വികസനത്തിനുള്ള ബ്ലൂ പ്രിന്റുമായിട്ടാണ് ഈ 2020 രംഗത്ത്. ബ്ലൂ പ്രിന്റ് വിത്ത് ക്യാപിറ്റൽ. അതെ 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 അതെ. അത് അവർ കാരണം അവരുടെ മുൻ ട്രാക്ക് റെക്കോർഡ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം കേപ്പബിൾ, അവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ധനമുണ്ട്, പിന്നെ എക്സിക്യൂഷൻ്റെ പ്രശ്നമാണ്. അത് രണ്ടുപേരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെയാണല്ലോ 2020 അവിടെ ഈ പഞ്ചായത്തുകളിലൊക്കെ ഭരണം പിടിച്ച അങ്ങനെയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഉണ്ടായിരിക്കുന്ന പൊളിറ്റിക്കൽ സെനറിയോയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. കുന്നത്തനാട് നന്നായിട്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള മുസ്ലിം സമുദായങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് LDF-ന് വീണതാണ്. ഇപ്രാവശ്യം ഒരു കാരണവശാലും LDF-ന് പോകില്ല. പിന്നെ PV ശ്രീനിജൻ അവിടെ അത്യാവശ്യം പോലെ ആൾക്കാരെ കുറച്ച് കൂടുതൽ വെറുപ്പിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരുന്ന സമയത്താണ് ഈ ബാബു ദിവാകരൻ ഇപ്പം 2020ക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാൻഡിഡേറ്റാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ക്വാളിറ്റീസ്, അദ്ദേഹം അടൂരിൽ മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിരുന്നു. ഈ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് വീടില്ല, നല്ല പാട്ടുകാരനാണ്, നന്നായിട്ട് സംസാരിക്കും, രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, കോൺഗ്രസിൽ നിന്ന് വന്നതാണല്ലോ. അപ്പോൾ അവിടെ അവഗണന കിട്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെ ബാബു ദിവാകരനൊരു 2020ക്ക് അവതരിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് കാൻഡിഡേറ്റാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. അവിടെ BJPക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ശ്രീനിജന് 33.74% വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. സജീന്ദ്രന് 32.04. അതേപോലെ 2020 സ്ഥാനാർത്ഥി കിട്ടിയത് 27.56% വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നാം സ്ഥാനം രണ്ടാം തമ്മിൽ വളരെ നാരോ മാർജിൻ. അതെ, രണ്ടാം സ്ഥാനവും സജീന്ദ്രൻ്റെ വോട്ടും തമ്മിലൊരു 5000 വോട്ടിൻ്റെ ഡിഫറൻസ്, ഏകദേശം 5000 വോട്ടിൻ്റെ ഡിഫറൻസാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെയാണ് ഇപ്പോൾ സാബു ജേക്കബിൻ്റെ ഒരു പ്രതീക്ഷ കിടക്കുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ പോലെ മാറിയ ഒരു സാഹചര്യവും, അതേപോലെ BJPയുടെ വോട്ട് 2020ക്ക് നേരത്തെ വന്നിട്ടില്ല, ഇല്ല, വേറെ വേറെ അപ്പോൾ BJPയുടെ വോട്ടും 2020യുടെ വോട്ടും കൂടുന്ന സമയത്ത് പിന്നെ അതുപോലെ തന്നെ പുതുതായിട്ട് പിന്നെ ഇതിലേക്ക് വരുന്ന വോട്ടുടെ ചേരുമ്പോൾ ഒരു പക്ഷേങ്കിൽ ബാബു ദിവാകരനുള്ള ജയസാധ്യതയാണ് സാബു ജേക്കബ് കണക്കൂട്ടുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ തെരഞ്ഞെടുപ്പിലെ ഒരു ശക്തമായ തെരഞ്ഞെടുപ്പ് നേരിട്ടുള്ള ഒരു ത്രികോണമാണെങ്കിൽ പോലും ഇപ്പം തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് ബാബു ദിവാകരനും സജീന്ദ്രനും തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യം. PV ശ്രീനിജൻ നിലവിലുള്ള MLA ആണെങ്കിൽ പോലും, കാരണം ഈ മുസ്ലിം ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ഇപ്രാവശ്യം എന്തായാലും സജീന്ദ്രന് കിട്ടും. പിന്നെ ഒരു UDF അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ LDF-നോടുള്ള ഒരു രോഷം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതും അതിൻ്റെ അഡ്വാൻറ്റേജും കിട്ടുന്നത് സജീന്ദ്രനായിരിക്കും. അപ്പോൾ അവിടെ അത്ര ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സജീന്ദ്രൻ അവിടെ ഒരു സാധ്യത കാണുന്നുണ്ട്. അവിടെ അതായത് നമ്മുടെ ജീവൻ മരണ പോരാട്ടമാണ് 2020ക്ക്. പക്ഷെ സജീന്ദ്രനാണ് അവിടെ ഈ പറഞ്ഞ പോലെ മാറിയ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ ഒരു സാധ്യത കൂടുതൽ കാണുന്നത് സജീന്ദ്രനാണ്. ഈ
അടുത്തത് ഉം. തൊട്ടടുത്ത ജില്ലയിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂരും തൃശ്ശൂർ. മറ്റൊരു ഗ്ലാമർ മണ്ഡലമാണ് തൃശ്ശൂർ പറയുന്നത്. അതെ അതെ, ഒരു മിനിറ്റ്. പത്മജ വേണുഗോപാലും ആ. രാജൻ പല്ലൻ അതെ, ആണ് അവിടെ എനിക്ക് തോന്നുന്നു അവിടെ CPIയുടെ ഒരു പി. ബലേന്ദ്രൻ, ലീലാകൃഷ്ണൻ ആലങ്കോട് ആലങ്കോട് ലീലാകൃഷ്ണൻ. അയാളെ പക്ഷെ ആരും അത്ര വെയിറ്റ് എടുത്തിട്ടുണ്ടോ, എനിക്ക് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവിടെ മത്സരം നടക്കുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരം നടക്കുന്നത് പത്മജയും അതോടൊപ്പം തന്നെ രാജൻ പല്ലനും. രാജൻ പല്ലനും UDF നിർത്തിയിരിക്കുന്ന നല്ല കാൻഡിഡേറ്റ് ആണ്. വളരെയധികം സ്വാധീനം ചെലുത്താൻ പറ്റുന്നൊരു കാൻഡിഡേറ്റ് ആണ്. അവിടെ ഈ പിന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ ഈ പറഞ്ഞതുപോലെ ഇപ്പം നിലവിൽ തന്നെ മത്സരരംഗത്ത് നിന്ന് അദ്ദേഹം പിന്മാറിയിട്ടില്ലെങ്കിലും ഏകദേശം മത്സരം പത്മജ വേണുഗോപാലും രാജൻ പല്ലനും തമ്മിൽ ആയിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭയങ്കര തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പത്മജയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, തോറ്റുപോയി. അത് പക്ഷേ UDF കാൻഡിഡേറ്റ് ആയിരുന്നു. കോൺഗ്രസ് കാലുവാരി എന്നാ പറയണത്. അതെ അതെ അതെ, സുരേഷ് ഗോപി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പ്രധാനമായിട്ട് പിന്നെ ഉണ്ടായിരുന്നൊരു മറ്റൊരു കാൻഡിഡേറ്റ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ബാലേന്ദ്രൻ, CPIയുടെ LDFൻ്റെ സ്ഥാനാർത്ഥി ബാലേന്ദ്രൻ 34.25% വോട്ട് കിട്ടി. പത്മജയ്ക്ക് 33.52%, ഒരു കഷ്ടിച്ച 1% ഡിഫറൻസിലാണ് അന്ന് അവർ പരാജയപ്പെട്ടത്. തൃശ്ശൂർക്കാർക്ക് ഒരു മണ്ടത്തരം പറ്റിയത് ബാലേന്ദ്രനെ സെലക്ട് ചെയ്യാൻ പോയത് കാരണമാണ്. ഉള്ള ജീവിതപേര് മുഴുവൻ സമ്പാദിച്ചു. അപ്പോൾ സുരേഷ് ഗോപിക്ക് അന്ന് 40,457 വോട്ട്, അതായത് 31.31% വോട്ട് കിട്ടി. നല്ല ഫൈറ്റ് ആയിരുന്നു അവർ മൂന്നുപേരും. നല്ല ഫൈറ്റ് ആയിരുന്നു. അത് അവിടെയാണല്ലോ ഈ സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ ഈ തൃശ്ശൂരിനെ ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി മൊത്തത്തിലെടുത്തു, അത് വേറെ കാര്യം. പക്ഷേ ഇപ്രാവശ്യം അവിടെ ഈ പൊതുവിലുള്ളൊരു സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ചിലപ്പോൾ അവിടെ പത്മജ വേണുഗോപാലിന് ജയിക്കാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ ഈ പൊതു അന്തരീക്ഷം ഈ LDFനെതിരെയുള്ളൊരു വിദ്വേഷം ഭയങ്കരമായിട്ട് നമ്മൾ ഈ പോളിംഗ് ബൂത്തുകളിലെ മൂഡ് കാണുമ്പോൾ LDFന് അനുകൂലമായിട്ടുള്ള ഒരു വേവ്, അതല്ലെങ്കിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു വേവ്, അല്ലെങ്കിൽ LDFനോടുള്ള ഒരു എതിർപ്പ് അത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ രാജൻ പല്ലൻ ജയിക്കാം. പക്ഷേ എങ്കിലും പത്മജയ്ക്ക് അവിടെ വളരെ സാധ്യത നമുക്ക് കാണാൻ കഴിയും. പിന്നെ തൊട്ടടുത്ത മണ്ഡലമായ ഗുരുവായൂർ എങ്ങനെയാണ് ഇത്തവണയും? മുസ്ലിം MLA ആയിരിക്കും അതോ ഹിന്ദു MLA ആയിരിക്കും? ഗുരുവായൂർ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഏതാണ്ട് സമാസമം നിൽക്കുന്ന ഒരു ഡെമോഗ്രാഫിക് സ്ട്രക്ചറാണ്. ഗുരുവായൂരുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് സമുദായം അത് സമാസമം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം NK അക്ബറായിരുന്നു CPMൻ്റെ സ്ഥാനാർത്ഥിയിലൂടെ ജയിച്ചത്. ഇപ്രാവശ്യം അക്ബർ തന്നെയാണ് കാൻഡിഡേറ്റ്. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനാണ് BJPയുടെ. ഇപ്രാവശ്യം കേരളം മുഴുവൻ ഒരുപക്ഷേ വളരെ ശ്രദ്ധിക്കപ്പെട്ട, വളരെ ഒരു എന്താ പറയുക, 1-2-3 ജസ്റ്റേഴ്സ് കൊണ്ട് ക്യാമ്പയിൻ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തൊരു കക്ഷിയാണ് ഗോപാലകൃഷ്ണൻ. കാര്യം അത് ശരിക്കും പറഞ്ഞാൽ മീഡിയ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഒരു പ്രസ്താവനയും ഒരു ബോർഡും കൊണ്ട്, ഫ്ലെക്സ് ബോർഡും കൊണ്ട് ക്യാമ്പയിൻ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്തൊരു കാര്യം. അതിനപ്പുറത്തേക്കൊരു മെസ്സേജ് ഗോപാലകൃഷ്ണന് കൊടുക്കാനില്ലായിരുന്നു. മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു. മാധ്യമങ്ങളാണെങ്കിലും അല്ലേ, പ്രാദേശിക മാധ്യമങ്ങളും ദേശീയ തലത്തിൽ തെറ്റാണോ ശരിയാണോ എന്നുള്ള വളരെ കൗതുകമായിരുന്നു. അപ്പം ആ ഒരു ഓളം പിന്നെ ഗോപാലകൃഷ്ണൻ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും ഈ പറഞ്ഞതുപോലെ ഈ NK അക്ബറിന് നേരിടാൻ പോകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിലാണ് NK അക്ബർ ജയിക്കുന്നത്. കാരണം ഇവിടെ KN ഖാദർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരിൽ ജയിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ KN ഖാദർ. കാരണം KN ഖാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ നിന്ന് നിലവിലുള്ള എന്താ പറയുക, ഈ ഹിന്ദു പിന്നെ ഈ സ്ക്രിപ്റ്റേഴ്സിനകത്തൊക്കെ പാണ്ഡിത്യമുള്ളവരെക്കാൾ നന്നായിട്ട് സംസാരിക്കാനും പഠിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് KN ഖാദർ. പക്ഷേ അദ്ദേഹം പോലും കഴിഞ്ഞ പ്രാവശ്യം വേണ്ട 12% വോട്ടിൻ്റെ പിന്നിലായിപ്പോയി. അപ്പോൾ പക്ഷേ ഇപ്രാവശ്യം ഈ പറയുന്നതുപോലെ
NK അക്ബറിന് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ട് പരിമിതമായിരിക്കും കിട്ടാൻ പോവുക. പൊതുവെ UDF-നോടുള്ള അവരുടെ എന്താ പറയുക attitude. ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ അവിടെ അത് കാരണം ഈ പറഞ്ഞതുപോലെ അവിടെ ഈ അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് CH റഷീദ്, ലീഗിൻ്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം അവിടെ ജയിച്ചു കയറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയും കാത്തിരിക്കേണ്ടി വരും ഒരു ഹിന്ദു MLA വേണ്ടി, കാരണം അതിനുള്ള സാധ്യത പരിമിതമാണ്. അതല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ മഹാത്ഭുതങ്ങളുടെ ഒരു പട്ടികയിൽ മാത്രമേ അതും പെടുത്താൻ പറ്റത്തുള്ളൂ. ഗോപാലകൃഷ്ണൻ ജയിക്കുകയാണെങ്കിൽ അതൊരു മഹാത്ഭുതമാണ്. അതല്ല എങ്കിൽ മഹാത്ഭുതങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ അവിടെ UDF-ൻ്റെ CH റഷീദ് ജയിച്ചു വരാനാണ് സാധ്യതയുള്ളത്. പിന്നെ നമുക്ക് അല്ലേ കാസർഗോഡേക്ക് പോവാം നമുക്ക്. അതോ പാലക്കാട്ടേക്ക് പോയിട്ട് പാലക്കാട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. യു ഷുഡ് ബി നോയിങ് മോർ ദാൻ ബി പാലക്കാട്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഇപ്രാവശ്യം അവിടെ ജയിച്ചില്ല എങ്കിൽ ഇനി ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കാതിരിക്കുന്നതായിരിക്കും. അല്ല, മറ്റേ ആ ക്യാഷ് ഇത് അത് മാത്രമേ ഉള്ളൂ അവർക്കൊരു നെഗറ്റീവായിട്ട് വന്നിരിക്കുന്ന സാധനം, ആ ക്യാഷിൻ്റെ സാധനം. കാര്യം അതിനകത്ത് ശോഭാ സുരേന്ദ്രന് ഈ പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് ഈ സാധാരണ എന്ത് സാധനം വന്നു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ്റെ നാവ് വെച്ച് അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ശോഭാ സുരേന്ദ്രനുണ്ട്. ആ നാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഈ പോയ മണ്ഡലങ്ങളിലെല്ലാം ഭൂരിപക്ഷം, പാലക്കാട്ട് പോലും BJP-യുടെ വോട്ടിൻ്റെ ശതമാനം ഉയർത്തിയത് ഈ നാവിൻ്റെ ശക്തി കൊണ്ടാണ്. ആ നാവിൻ്റെ ശക്തിയുടെ ഒരു തളർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഈ വോട്ടിന് നോട്ട് കൈമാറുന്ന ആ വിഷയം സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇറ്റ് വാസ് എ ഫോർഗോൺ കൺക്ലൂഷൻ. അതെ അതെ, ശോഭാ സുരേന്ദ്രൻ അവിടെ പാട്ടും പാടി ജയിക്കുന്നുള്ളതായിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് പോലും അതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടാണ്. സ്വാഭാവിക ആ ഒറ്റ സംഭവത്തിൽ അതാണ് ശോഭാ സുരേന്ദ്രൻ്റെ ശക്തി. ശോഭാ സുരേന്ദ്രന് ഈ വോട്ട് നേടിക്കൊടുത്തത് എന്താണോ ആ ശക്തിയിലേക്കാണ് ഈ വോട്ടിന് നോട്ട് എന്നുള്ള സംഗതി പോയി ഹിറ്റ് ചെയ്തത്. അതാണ് അവിടെയുള്ള ഒരു പ്രശ്നം. പിന്നെ അതോടൊപ്പം തന്നെ ഈ രമേശ് പിഷാരടി, അദ്ദേഹം ഈ പറഞ്ഞ പോലെ വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും വളരെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഈ രമേശ് പിഷാരടിയുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു സംഗതി, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ ഒരു സമൂഹത്തിൻ്റെ കൾച്ചർ മുഴുവൻ പുറത്തു വരുന്നത്. ഈ ആൾക്കാർ വഴക്കിടുമ്പോൾ അവരുടെ സ്വഭാവം അറിയാമെന്ന് പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പ് ഉടനീളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാനൊന്ന് സശ്രദ്ധ ഒന്ന് നോക്കിയിട്ട് ആകെ 1-2 വാചകങ്ങളാണ് നമുക്കൊരു കൾച്ചറലായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം ഈ പറഞ്ഞതുപോലെ മനുഷ്യനെ നശിപ്പിക്കുന്ന, കൾച്ചറലി നശിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയും തെലങ്കാന മുഖ്യമന്ത്രിയും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മോൻ വിളികളാണെങ്കിലും ഒക്കെ ആണെങ്കിലും. ഇപ്പോൾ ഇവിടെ ഈ രമേശ് പിഷാരടി ഒരു സംഗതി നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഡോക്ടർ തോമസ് ഐസക്ക് മുൻ CPM-ൻ്റെ കോമാളി എന്ന് വിളിച്ചു. പക്ഷേ രമേശിൻ്റെ മറുപടി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഇല്ലാത്ത ഒന്നെനിക്കുണ്ട്, അത് സംസ്കാരമാണെന്ന് പറഞ്ഞു. ഈ ഒരൊറ്റ വാചകം ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ഡിബേറ്റിലും ആകെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാചകം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് രമേശ് പിഷാരടി ഈ പറഞ്ഞതുപോലെ മോശം കാൻഡിഡേറ്റ് അല്ല. അദ്ദേഹം പിന്നെ ഈ പറഞ്ഞതുപോലെ നേരിട്ടുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് വന്നതല്ലെങ്കിൽ പോലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ്. പിന്നെ മുസ്ലിം മെജോറിറ്റി നാച്ചുറലി കൊണ്ടോടും. പക്ഷേ ഈ LDF-ലേക്ക് പോകേണ്ട വോട്ടുകൾ UDF-ലേക്ക് അല്ലല്ല, NRM റസാഖിന് പോകേണ്ട CPM ഹിന്ദു വോട്ടുകൾ സ്വാഭാവികമായിട്ടും അത് ശോഭയ്ക്ക് പോകും. നല്ലൊരു ശതമാനം പോകും. അവിടെ എന്താ ഈ CPM-ന്റെ കാൻഡിഡേറ്റ് വളരെ ദുർബലനായ, അവിടെയാണ് വീണ്ടും ഈ പറഞ്ഞതുപോലെ ഒരു ഡീലിൻ്റെ പ്രശ്നം നമ്മൾ ആലോചിക്കേണ്ടത്, ചെങ്ങന്നൂരിലെ പോലെ. അപ്പോൾ അതുകൊണ്ട് ഈ NRM റസാഖിന് ഉള്ള ഈ പറഞ്ഞ LDF-ന്റെ മുസ്ലിം വോട്ടുകൾ NRM റസാഖ് വാങ്ങും. അതേ സമയത്ത് ഹിന്ദു വോട്ടുകൾ സ്വാഭാവികമായിട്ടും ശോഭയിലേക്ക് പോകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ശോഭയുടെ വിജയത്തെ നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ശക്തിക്ഷയം തലേ ദിവസം സംഭവിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞതുപോലെ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഫോർഗോൺ കൺക്ലൂഷൻ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു സംഗതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് കോഴിക്കോടുള്ള മണ്ഡലങ്ങളാണ്. അതെ,
കോഴിക്കോട് നോർത്തും സൗത്തുമാണ്. അപ്പോൾ കോഴിക്കോട് നോർത്തിൽ ഇപ്രാവശ്യം കൂടുതൽ ശ്രദ്ധേയമാകുന്നത് നവ്യ ഹരിദാസിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ അവിടെ ശക്തമായൊരു പോരാട്ടം നടക്കുന്നത്. അപ്പോൾ തോട്ടത്തിൽ രവീന്ദ്രനാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ജയിച്ചത്. ഇപ്രാവശ്യം തോട്ടത്തിൽ രവീന്ദ്രനുണ്ട്. പിന്നെ അഡ്വക്കേറ്റ് ജയന്ത്, അദ്ദേഹം അവിടെ കോൺഗ്രസിൻ്റെ നേതാവാണ്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ ഈ തോട്ടത്തിൽ രവീന്ദ്രൻ ഈ മുസ്ലിം വോട്ടുകളാണ് നമുക്കിവിടെയൊക്കെ, അല്ലെങ്കിൽ ഷുവർ സീറ്റാണ് തോട്ടത്തിൽ രവീന്ദ്രൻ്റെ. ഈ UDF അനുകൂലമായ ഒരു തരംഗം ഇതെങ്ങനെ ഇവിടെ പ്രവർത്തിക്കുമെന്നുള്ളതനുസരിച്ചിട്ടാണ് ചിലപ്പോൾ ഇവിടെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും വരുന്നത്. കാര്യം അവിടെ കഴിഞ്ഞ പ്രാവശ്യം MT രമേശാണ് മത്സരിച്ചത് BJPയുടെ. 22.5% വോട്ട് രമേശ് നേടി. KM അഭിജിത്ത് 35 കോൺഗ്രസിൻ്റെ 35.58%. തോട്ടത്തിൽ രവീന്ദ്രൻ 42.98% വോട്ടാണ് അദ്ദേഹം തോട്ടത്തിൽ രവീന്ദ്രൻ നേടിയത്. അപ്പോൾ ഇപ്രാവശ്യം ഈ മുസ്ലിം വോട്ട്സ് രണ്ടായാലും തോട്ടത്തിൽ രവീന്ദ്രനിൽ വീഴുന്നത് വളരെ കുറവായിരിക്കും. അവർ കോൺഗ്രസിനായിരിക്കും വോട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ അവിടെ ഈ ജയന്തിൻ്റെ സാധ്യതയും ആണ് നമ്മളിപ്പോൾ തെളിഞ്ഞു കാണുന്നത്. അതല്ലെങ്കിൽ ഒരു അട്ടിമറി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നവ്യ ഹരിദാസിനും ഒരു സാധ്യത ഉണ്ടാവും. ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ ഈ LDFിനോടെതിരെയുള്ള ഒരു രോഷമാണോ അതോ ഒരു പിന്നെ മൈനോറിറ്റി കൺസോളിഡേഷനെ കൗണ്ടർ ചെയ്യുന്ന ഒരു മെജോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടാവുമോ എന്നൊക്കെയുള്ളത് നമുക്ക് ഇനി ഇലക്ഷൻ റിസൾട്ട് ഒന്നാലും അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാത്രമാണ് നവ്യ ഹരിദാസിനോടൊരു സാധ്യത ഉണ്ടാവുക. അതുപോലെ സൗത്തിൽ ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത് അവിടെ നിലവിലുള്ള കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന അഹമ്മദ് ദേവർകോവിലുണ്ട്, അതേപോലെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, പിന്നെ റെനീഷാണ് അവിടെ ഈ എന്താ പറയുക ജയൻ കില്ലർ എന്നൊക്കെ പറയുന്നത് ഒരു ഓളം ഉണ്ടാക്കി വെക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്താ അതിൻ്റെ മറ്റേ കൊട്ടിക്കലാശം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ സംഘവും കൂടി വന്ന് അവരുടെ വേസ്റ്റ് എല്ലാം റെനീഷ് അവിടെ വലിയൊരു അവിടെ. അപ്പോൾ റെനീഷ് BJPയുടെ കാൻഡിഡേറ്റ് ആണെങ്കിലും അവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് പോലും നേടാൻ ശേഷിയുള്ളൊരു വ്യക്തിയാണ്. രണ്ടായാലും അവിടെ ഈ അഹമ്മദ് ദേവർകോവിലിൻ്റെ വിജയം സാധ്യത പരിമിതമാണ്. കാരണം അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്നല്ലോ ആ സമയത്തൊന്നും ഒരു ഇംപ്രസീവ് ആയിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ മറ്റേ മെസ്സിയെ കൊണ്ടുവരുന്നതിൽ റഹ്മാനല്ലേ, അബ്ദുൾ റഹ്മാൻ മന്ത്രിയായിരുന്നു. അതൊക്കെ വളരെ ഒന്നുമില്ലെങ്കിൽ മറ്റേ നമ്മുടെ സീതിയാജിയുടെ മോൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചാൽ മതിയായിരുന്നു മെസ്സി വരുമെന്ന്. ഇത് അതൊന്നും ചെയ്യാണ്ട് വേണ്ടാത്ത പ്രഖ്യാപനം ഉണ്ടാക്കിയ മരമുറി ചാനലുമായിട്ട് പോയി വിവാദം. അതെ, അപ്പോൾ INLന്റെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ ഈ അവിടെ ഈ പറഞ്ഞതുപോലെ ഫൈസൽ ബാബു ആയിരിക്കും മിക്കവാറും അവിടെ ജയിക്കാനുള്ള സാധ്യത കാണുന്നത്. അതല്ലെങ്കിൽ LDFിനുള്ള ഒരു ജയസാധ്യതയൊക്കെ നേരത്തെ അവർ മുൻകൂട്ടി കണ്ടിരുന്നൊരു മണ്ഡലമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതിൻ്റെ സാധ്യതയുള്ള കുറവാണ് കാണുന്നത്. പിന്നീട് ഈ കാസർഗോഡ് ഇപ്പം ML അശ്വിനിയും BJPയുടെ ഒരു താരമാണ്. അശ്വിനി ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ജയിച്ചു വരാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം അവിടെ ഈ SDPയും മറ്റ് സംഘടനകളുമായിട്ടുള്ള UMLുമായിട്ടുള്ള ഒരു സ്വരച്ചേർച്ച മറ്റ് പ്രശ്നങ്ങളുമൊക്കെ കാസർഗോഡ് മണ്ഡലത്തിലും മഞ്ചേശ്വരം മണ്ഡലത്തിലും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഈ 2 മണ്ഡലങ്ങളിലും ഒരു കൺസോളിഡേഷൻ നടക്കും, കാസർഗോഡും മഞ്ചേശ്വരം. അപ്പോൾ കാസർഗോഡും മഞ്ചേശ്വരം നമുക്ക് ഒന്നിച്ച് പറയുന്നതായിരിക്കും നല്ലത്. അവിടെ എനിക്ക് തോന്നുന്നു ഈ അശ്വിനി ML അശ്വിനിക്കൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. കാരണം ഈ ഒരു കൺസോളിഡേഷൻ വളരെ ശക്തമായിട്ട് നടക്കാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. കാരണം മാത്രമല്ല അവിടെ ഈ കാസർഗോഡ് ഈ ഷാനവാസ് പദൂരാണ് LDFിൻ്റെ കാൻഡിഡേറ്റ്. INLന് വെച്ചിരുന്ന കാൻഡിഡേറ്റ് സീറ്റാണ്. അവസാനം അത് ഈ ഷാനവാസ് പദൂരിൻ്റെ സ്വതന്ത്ര സ്ഥാനത്തിൽ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതും ഒക്കെ ഒരു വലിയൊരു വിഷയമായിട്ടുണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്രാവശ്യം സാധാരണ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം വരുമ്പോഴത്തേക്ക് BJP പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് എൽ ഡി എഫ് UDF വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നടക്കാറുള്ളത് ഈ കാസർഗോട്ടും മഞ്ചേശ്വരത്തും. ഇപ്രാവശ്യം അത് നടക്കത്തില്ല എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്നുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് അശ്വിനിയുടെ ഒരു വിജയസാധ്യത നമ്മളവിടെ കാണുന്നത്. ഇതേ സംഗതി തന്നെയാണ് മഞ്ചേശ്വരത്തും സംഭവിക്കാൻ പോകുന്നത്. മഞ്ചേശ്വരത്തും ഇപ്രാവശ്യം ഈ UDF LDF അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ BJP പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രനോട് 700 വോട്ടിനാണ് വളരെ നാരോ മാർജിനാണ് പരാജയപ്പെട്ടത്. അപ്പോൾ ഈ ഒരു ഇപ്പം നിലവിലുള്ള ഒരു കൺസോളിഡേഷൻ, ഒരു മൈനോറിറ്റി കൺസോളിഡേഷനും അതുപോലെ ഒരു മെജോറിറ്റി കൺസോളിഡേഷനും പിന്നീട് അതോടൊപ്പം തന്നെ UDFും LDFും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പതിവ് രീതിയിലുണ്ടാകുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇപ്രാവശ്യം ഉണ്ടാവില്ല. മാത്രവുമല്ല LDF BJP ഡീൽ എന്നൊരു ഒരു സംഗതിയും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സുരേന്ദ്രനും അവിടെ ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പഴയ പോലെ BJP ഒരു ടോട്ടൽ വാഷ് ഔട്ട് ആവില്ല. ടോട്ടൽ വാഷ് ഔട്ട് ആകാനുള്ള സാധ്യത കുറവാണ്. സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ കൂടിയും സിംഗിൾ ഡിജിറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു കാരണവശാലും 4-ഓ 5-ലോ ഒന്നും കൂടുതൽ ഒരിക്കലും പോകാൻ സാധ്യത കാണുന്നില്ല. ഓക്കെ ഇപ്പൊ പറഞ്ഞതിലിപ്പോ കേട്ടിടത്തോളം UDFന് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് ജ്യോതിർ ഘോഷിന്റെ അസസ്മെന്റ്. UDFന് ഞാൻ കാണുന്നത് സ്ലൈറ്റ് അല്ല, നല്ല അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഓക്കെ നമ്മുടെ ഒരു അസസ്മെന്റ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഞാൻ പിന്നെ എന്ന് വെച്ചാൽ ജ്യോതിർ ഘോഷിന്റെ അഭിപ്രായത്തിന് എനിക്ക് വളരെയധികം വാല്യൂ കൊടുക്കുന്നുണ്ട്. കാരണം മോർ എക്സ്പീരിയൻസ്ഡ്, കേരള പൊളിറ്റിക്സ് അത്ര വർഷമായിട്ട് അങ്ങ് കവർ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ ഓരോ സംസ്ഥാനത്തിലും ജനങ്ങളുടെ പാറ്റേൺ. തീർച്ചയായിട്ടും എനിക്ക് ഈ പോളിംഗ് ദിവസത്തെ ചില നമ്മൾ ഈ ക്യൂവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മൊത്തം മുസ്ലിം കൺസോളിഡേഷൻ ഉള്ള കാര്യം പറയണല്ലോ. ഞാനത് പറഞ്ഞു, പലർക്കും ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ച ടോട്ടൽ മുസ്ലിം കൺസോളിഡേഷൻ. പിന്നെ ഒരു കാര്യം എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഒരൊറ്റ മുസ്ലിം BJPക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. അത് അവർ പറയുന്നുണ്ട്. എൻ്റെ അടുത്തൊരു മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞതാണ്, ജ്യോതിർ ഘോഷ് നിങ്ങൾ ഞങ്ങളെ പൊന്നുകൊണ്ട് മൂടിയാലും ഒരു വോട്ട് ഞങ്ങൾ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ എന്തിനാ കൂടുതൽ ആലോചിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് UDFന് നല്ല ഒരു എഡ്ജ് ഉണ്ടാവും, നല്ല മെജോറിറ്റിയിൽ മിനിസ്ട്രി ഫോം ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഫലമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാലത്തെ ഒരു കാര്യമുണ്ട്, മെയ് 4 കഴിഞ്ഞാലത്തെ ഒരു കാര്യമുണ്ടോ? അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ എന്താ പറയുക, ഓർക്കസ്ട്രൈസ് റെഡി. Okay, thank you so much. We'll be in touch. Okay. Thank you. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4Nനും കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.